ഹലോ, വെൽക്കം ബാക്ക് ടു എൽസ്റ്റോൺസ്. നമസ്കാരം, ഞാൻ ഓമന രാധാകൃഷ്ണൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ജീവിതത്തിൽ വിഷമം, സങ്കടം, വിഷാദം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരിക്കലെങ്കിലും ഉണ്ടാകാത്തവർ കാണില്ല, അല്ലേ? പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സങ്കടങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടായാൽ തന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ അതിൽ നിന്ന് മോചിതരായി വീണ്ടും പഴയതുപോലെ തമാശകൾ കേട്ടാൽ ചിരിക്കാനും തിരിച്ച് തമാശകൾ പറയാനും ഒക്കെ പ്രാപ്തരാകും. എന്നാൽ ചില ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു വിഷാദം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് ഒരു തിരിച്ചുപോക്ക് സാധ്യമാകാതെ വരുന്നു. അല്ലെങ്കിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടിലേക്ക്, മാനസിക സമ്മർദ്ദത്തിലേക്ക് അവരെത്തിച്ചേരുന്നു. ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ, ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ സങ്കടം വരുമ്പോഴേ പറയാറുണ്ടോ, എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ്, ഞാൻ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്നൊക്കെ പറയാറുണ്ട്. അത് ഏതെങ്കിലും ചെറിയ ഒരു സാഹചര്യത്തോട് അവർക്കുണ്ടാകുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ആണത്. ഒരു ചെറിയ സങ്കടം, ആ സാഹചര്യം മാറിക്കഴിയുമ്പോൾ അവർ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും. എന്നാൽ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് 2 ആഴ്ചയിലധികമായി നീണ്ടു നിൽക്കുന്ന, അവരുടെ സാഹചര്യങ്ങളൊന്നും മാറിയാൽ പോലും അവരുടെ സങ്കടം മാറുന്നില്ല. ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ ഡിപ്രസീവ് ഡിസോർഡറിന് സൈക്കാട്രിയിൽ 10 ലക്ഷണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 10 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 5 ലക്ഷണങ്ങളെങ്കിലും ഏതാണ്ട് 2 ആഴ്ചയിലധികം കാണിക്കുന്നുണ്ടെങ്കിൽ, ആ സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ആൾക്ക് ഡിപ്രഷനാണ് എന്ന് പറയാൻ കഴിയൂ. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് സ്ഥായിയായ സങ്കടമാണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും സ്ഥായിയായ സങ്കടം, എപ്പോഴും മുഖത്ത് മനസ്സിലും ഒരു വിഷാദം ഉണ്ടായിരിക്കുക. രണ്ടാമതൊരു ലക്ഷണം എന്ന് പറയുന്നത് വളരെ താല്പര്യപൂർവ്വം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ താല്പര്യമില്ലായ്മ, ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ. ചില ആളുകൾ വളരെ നല്ല രീതിയിൽ, വളരെ സന്തോഷത്തോടെ ചിലപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരുന്നവരായിരിക്കും, ചിലപ്പോൾ അവർക്ക് സിനിമ കാണാൻ ഇഷ്ടമുള്ളവരായിരുന്നായിരിക്കും, പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരായിരുന്നിരിക്കും, ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരായിരുന്നിരിക്കും. അങ്ങനെ അവർ വളരെ താല്പര്യപൂർവ്വം, അല്ലെങ്കിൽ വായന ഭയങ്കര താല്പര്യമുള്ളവരായിരുന്നിരിക്കുക. അങ്ങനെ അവർ വളരെ താല്പര്യപൂർവ്വം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ താല്പര്യമില്ലാതെ വരിക. മൂന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അവർക്ക് വിശപ്പില്ലാതെ വരിക. ഒന്നെങ്കിൽ വിശപ്പ് തീരെ ഇല്ലാതെ വരിക. കൂടുതലും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിശപ്പ് കുറവാണ്, ഭക്ഷണത്തോട് താല്പര്യമില്ല. ചില ആളുകൾ അമിതമായി ഭക്ഷണം കഴിക്കുക, സ്ട്രെസ് ഈറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന്, ഈ വിഷാദത്തെ തുടർന്ന് അമിതമായി ഭക്ഷണം കഴിക്കുക. മറ്റൊരു പ്രധാന ലക്ഷണം ഉറക്കത്തിലുള്ള ഡിസ്റ്റർബൻസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങുന്നതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഉറക്കത്തിൽ എഴുന്നേൽക്കുക, പിന്നെ തുടർന്ന് അങ്ങ് ഉറങ്ങാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ പതിവായി ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഉറക്കം വരാതിരിക്കുക. അങ്ങനെ ശരിയായി ഉറക്കമില്ലാത്തൊരവസ്ഥയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം. അഞ്ചാമതൊരു ലക്ഷണം എന്ന് പറയുന്നത് ഒരു ലേസിനെസ് ആണ്, ഒരു മടി, അല്ലെങ്കിൽ ഒരു മാന്യം. ഒരു കാര്യവും ചെയ്യാൻ ഒരു ഉത്സാഹമില്ലായ്മ, അതല്ലെങ്കിൽ എന്തിനും ഒരു അമാന്തം. അത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലാട്ടെ, ഒരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി പറയുന്ന കാര്യത്തിലാട്ടെ, എന്ത് കാര്യത്തിനും ഒരു മാന്യം കാണിക്കുക. മറ്റൊരു പ്രധാന ലക്ഷണമാണ് അകാരണമായ ക്ഷീണം, ഭയങ്കരമായ ക്ഷീണം. ഒരു കാരണം ചോദിച്ചാലില്ല, പക്ഷെ അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ ഉത്സാഹമില്ല, വല്ലാത്ത ക്ഷീണം. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം ഒരു ആവശ്യമില്ലാത്ത ഒരു ഗിൽറ്റ് ഫീലിംഗ്, ഒരു കുറ്റബോധം. എന്നെ കൊണ്ടൊന്നിനും കഴിയില്ലെന്നോ, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളില്ലാത്ത ആളാണെന്നോ, എന്നെ ആർക്കും വേണ്ടെന്നോ, അത്തരത്തിൽ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്, എന്നെ കൊണ്ടൊന്നിനും പറ്റുന്നില്ലല്ലോ, ഇത്തരത്തിലുള്ള ഒരു അനാവശ്യമായ ഗിൽറ്റ് ഫീലിംഗ് ഒരു പ്രധാന ലക്ഷണമാണ്. മറ്റ് പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഒരു പ്രതീക്ഷയില്ലായ്മ, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് ഒരു ഹോപ്പ് ഇല്ലായ്മ. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഈ ലോകത്ത് കുറച്ചു കാലം കൂടി ജീവിക്കുന്നത് കൊണ്ട് ഒന്നും നേടാനില്ല, ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്, ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ലായ്മയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം. മറ്റൊരു പ്രധാന ലക്ഷണമാണ് അമിതമായി പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരിക. ഇങ്ങനെ ഒരു മൂഡ് സ്വിങ് പോലെ,
ഏറ്റവും കൂടുതൽ ഇവര് വളരെ പെട്ടെന്ന് ദേഷ്യം വന്ന് ഒരു ആങ്കർ ഔട്ട്ബേസ്റ്റ് തന്നെ ഇവർ കാണിക്കാറുണ്ട്. ഈ രോഗലക്ഷണമുള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇറിറ്റബിലിറ്റി. ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റാതെ വരിക, എന്തിലും ഏതിലും ഒരു ഇറിറ്റേഷൻ തോന്നുക. അതേപോലെ ഇവർക്കുള്ള ഏറ്റവും സീരിയസ് ആയ അല്ലെങ്കിൽ ഏറ്റവും അപകടകരമായ ഒരു ലക്ഷണമാണ് ആത്മഹത്യ പ്രവണത എന്നുള്ളത്. ഈ ജീവിതത്തോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ, ഈ അനാവശ്യമായ കുറ്റബോധമുള്ളത് കൊണ്ട് തന്നെ, എന്നാൽ പിന്നെ ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഈ ജീവിതം അങ്ങ് തീർത്തേക്കാം എന്നൊരു ചിന്തയിൽ നിന്ന് ഇവർ ആത്മഹത്യ പ്രവണത കാണിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിഷാദ രോഗം അല്ലെങ്കിൽ ഈ ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ടാകുന്നത്? പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലുള്ള സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകളുടെ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനമാണ് ഒരു പ്രധാന കാരണം. മറ്റൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ നഷ്ടപ്പെടൽ അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ഉറ്റവരായിട്ടുള്ളവരുടെ മരണം, കനത്ത സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുക, വിവാഹബന്ധങ്ങൾ നഷ്ടപ്പെടുക, ഇത്തരം കാരണങ്ങളൊക്കെ, സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മളെ ചീറ്റ് ചെയ്തു എന്നുള്ള തിരിച്ചറിവ്, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നമ്മൾ ഈ വിഷാദ രോഗത്തിലേക്ക് ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ചികിത്സയായിട്ട് പ്രധാനമായും പറയുന്നത് കൃത്യമായ രീതിയിലുള്ള മെഡിക്കേഷനും അതുപോലെ തന്നെ സൈക്കോതെറാപ്പികളും ചിട്ടയായ ജീവിത രീതികളും ഈ ഡിപ്രഷനെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അതായത് ഇത് ശരിയായ രീതിയിലുള്ള ഇന്റർവെൻഷൻ നടന്നില്ലെങ്കിൽ ഈ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാവുന്ന ഈ ഡിപ്രഷനുള്ള ആളുകൾ ആത്മഹത്യയിലേക്ക് ചെന്നെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള മെഡിക്കേഷൻ, ആന്റി ഡിപ്രസൻസ് നൽകിക്കൊണ്ട് ആ ഹോർമോൺ ലെവൽ ബാലൻസ് ചെയ്യുകയും ഒപ്പം CBT പോലെയുള്ള സൈക്കോതെറാപ്പികളുടെ സഹായത്തോടെയും ഇവരെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ചിട്ടയായ ജീവിതക്രമം, ശരിയായ വ്യായാമവും മതിയായ ഉറക്കവും ശരിയായ രീതിയിലുള്ള വിശ്രമവും അതേപോലെ ശരിയായ ഭക്ഷണവും ഒക്കെ ഈ ഡിപ്രഷനിൽ നിന്ന് കരകയറാൻ വളരെ ആവശ്യമാണ്. ഈ 3 കാര്യങ്ങൾ കൂടി യോജിപ്പിച്ചുകൊണ്ട് മെഡിക്കേഷനും സൈക്കോതെറാപ്പിയും ചിട്ടയായ ജീവിതക്രമവും സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തിന് പൂർണ്ണമായ പരിഹാരം കണ്ടെത്താൻ പറ്റും. ഇല്ലെങ്കിൽ ഈ ഡിപ്രസീവ് ഡിസോർഡർ ഉള്ള ആളുകൾ സ്വയം ജീവിതം നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ളവർ നമ്മുടെ വീട്ടിലോ നമ്മുടെ ചുറ്റുമോ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലോ സഹപ്രവർത്തകർക്കിടയിലോ ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലായാൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബി ഹാപ്പി, സ്റ്റേ ഹാപ്പി.